നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കടുത്ത നിയമക്കുരുക്കിലേക്കാണ് CPM നേതൃത്വം ഒന്നിനു പുറകെ ഒന്നായി വീണുകൊണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ED റെയ്ഡിന് പിന്നാലെ ഉണ്ടായ സംഘർഷം ഇപ്പോൾ പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ നെഞ്ചിലേക്കാണ് കത്തിക്കയറുന്നത്. വെറുമൊരു സ്വാഭാവിക ജനരോഷമല്ല, മറിച്ച് പാർട്ടി കൃത്യമായി പ്ലാൻ ചെയ്ത ആസൂത്രിത ഗൂഢാലോചനയാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അക്രമം നടന്ന പോലീസ് പിടിയിലാകുന്നതിന് തൊട്ടു മുൻപ് CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IP ബിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് പാർട്ടി പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. പിടിച്ചതല്ല, പിടികൊടുക്കുന്നതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എന്റെ നിലപാടെന്നായിരുന്നു ബിനുവിന്റെ വരികൾ. കേന്ദ്ര ഉദ്യോഗസ്ഥരെയും CRPF ജവാന്മാരെയും ചുടുകട്ട കൊണ്ടടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്ത പ്രകാരമാണെന്ന ഈ പരസ്യ പ്രഖ്യാപനം കൃത്യമായ കുറ്റസമ്മതമായാണ് ED കോടതിയിൽ ഉയർത്തിക്കാട്ടാൻ പോകുന്നത്. കേന്ദ്ര ഏജൻസികൾ ഈ പോസ്റ്റ് ഔദ്യോഗിക ഡിജിറ്റൽ തെളിവായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ അണികളുടെ സംഭവ സ്ഥലത്തേക്ക് എത്താൻ ആവശ്യപ്പെടുന്ന പ്രമുഖ നേതാക്കളുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നതോടെ അന്വേഷണം ആ ഉന്നത തലങ്ങളിലേക്കും നീളുകയാണ്. ഇതിനിടയിലാണ് കേസിന് പൂർണ്ണമായും മാറ്റിമറിക്കുന്ന മറ്റൊരു അതീവ ഗുരുതരമായ വിവരം കൂടി പുറത്തു വരുന്നത്. കേസിലെ ഒന്നാം സാക്ഷിയാകാൻ സാധ്യതയുള്ള അക്രമികൾ തകർത്ത വാടക കാറിന്റെ ഡ്രൈവർ ശ്യാമിനെ സ്വാധീനിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും A റഹീം MP നടത്തിയ നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. താനൊരു CPM അനുഭാവി ആയിരുന്നിട്ടും തന്റെ ജീവനോപാധി തകർത്തതിലുള്ള വിഷമം ശ്യാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് A റഹീം ശ്യാമിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി വലിയ തുക നഷ്ടപരിഹാരം നൽകാമെന്ന് പ്രഖ്യാപിച്ചതും. പുറമേക്ക് ഇതൊരു മാനുഷിക പരിഗണനയായി പാർട്ടി ചിത്രീകരിക്കുമ്പോൾ വിചാരണ വേളയിൽ കേസിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഏറ്റവും നിർണായക സാക്ഷിയെ പ്രലോഭിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള പ്രത്യക്ഷ നീക്കമായാണ് അഥവാ വിറ്റ്നസ് ടാമ്പറിംഗ് ആയാണ് ED കോടതിയിൽ ഇതിനെ കാണിക്കുക. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കുവാനും പ്രതിഭാഗത്തുള്ള ഉന്നത നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദം പ്രതികൾക്ക് ദീർഘകാലം ജാമ്യം നിഷേധിക്കപ്പെടാൻ കാരണമാകും. A റഹീം MPയെ ചോദ്യം ചെയ്യാനും ഈ നീക്കം EDക്ക് വഴി തുറക്കും. കേരള പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീട്ടിയില്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ക്രൂരമായ വധശ്രമമായതിനാൽ കേസ് CBIക്ക് വിടാൻ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ടേക്കും. വിദേശ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഔദ്യോഗിക പാർട്ടി സംവിധാനം ഉപയോഗിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്ന ഗൗരവമേറിയ വാദമാണ് ED ഉന്നയിക്കുന്നത്. കേസിൽ CBI അന്വേഷണം വന്നാൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ബാങ്ക് അക്കൗണ്ടുകൾ മരവിക്കപ്പെടുന്ന അസാധാരണ സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമായാണ് ഇതിനെ കാണുന്നത്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം വലിയ സ്ഫോടനാത്മകമായ നീക്കങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ കേസിൽ കേവലം ഒരു പ്രാദേശിക നേതാക്കളുടെ അറസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോ മാത്രം ഒതുങ്ങുന്നതല്ല CPM ഇപ്പോൾ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി. അന്വേഷണ ഏജൻസികൾ തയ്യാറാക്കുന്ന പുതിയ നീക്കങ്ങൾ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അക്രമം നടന്ന സമയത്ത് തലസ്ഥാന നഗരിയിലെ പ്രമുഖ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് ED ഡിജിറ്റൽ ഡാറ്റ ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. അക്രമം നടക്കുന്നതിന് മുൻപും ആ സമയത്തും പാർട്ടി ഓഫീസുകളിൽ നിന്നും ഉന്നത നേതാക്കളുടെ ഫോണുകളിൽ നിന്നും പ്രാദേശിക അണികളിലേക്ക് പോയ കോളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വിശകലനം ചെയ്യുന്നത്. അതായത് അക്രമം തത്സമയം നിയന്ത്രിച്ചത് എവിടെയായിരുന്നുവെന്നും ആരൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഈ അണികൾ ED വാഹനങ്ങൾ വളഞ്ഞതെന്നുമുള്ള കൃത്യമായ കോൾ മാപ്പിംഗ് ആണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉന്നത തലത്തിലേക്കുള്ള കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലായി EDയുടെ സംസ്ഥാന പോലീസിന്റെയും മുന്നിലേക്ക് എത്തേണ്ടി വരും. അതേസമയം സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന ആക്ഷേപം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ നേരിട്ട് സമീപിക്കാനുള്ള നീക്കത്തിലാണ്. ഒരു കേന്ദ്ര ഏജൻസിക്ക് സംസ്ഥാനത്തിന് സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുവെന്ന ഗൗരവമേറിയ റിപ്പോർട്ടാണ് ED ഡയറക്ടറേറ്റ് ഡൽഹിയിലെ ആസ്ഥാനത്തേക്ക് അയച്ചിരിക്കുന്നത്. വധശ്രമത്തിന് ഇരയായ ED ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന CRPF ജവാന്മാരുടെയും രഹസ്യമൊഴികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്താനുള്ള നടപടികളും വേഗത്തിലാക്കിയിട്ടുണ്ട്.
ഒരു കേന്ദ്ര ഏജൻസിക്ക് സംസ്ഥാനത്ത് സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുവെന്ന ഗൗരവമേറിയ റിപ്പോർട്ടാണ് ED ഡയറക്ടറേറ്റ് ഡൽഹിയിലെ ആസ്ഥാനത്തേക്ക് അയച്ചിരിക്കുന്നത്. വധശ്രമത്തിന് ഇരയായ ED ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന CRPF ജവാന്മാരുടെയും രഹസ്യമൊഴികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്താനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് കോടതി വഴി കേസ് CBIക്ക് വിടാനുള്ള നിയമപരമായ നീക്കങ്ങൾ എളുപ്പമാകും. മാത്രമല്ല, കാർ ഡ്രൈവറെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ AA റഹീം MPക്കെതിരെ പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള പെരുമാറ്റച്ചട്ട ലംഘന നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സ്പീക്കർക്ക് പരാതി നൽകാനും ഒരുങ്ങുകയാണ്. പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനത്തിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി നൽകാനും ഒരുങ്ങുകയാണ്. സാക്ഷിയെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനാൽ റഹീമിനെതിരെ ഉടൻ തന്നെ ED നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. പാർട്ടി വകയായി നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ച തുകയുടെ ഉറവിടം എവിടെ നിന്നാണെന്ന കാര്യത്തിലും ED അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കേസായതിനാൽ പാർട്ടിയുടെ ഫണ്ടുകളിൽ നിന്നാണ് ഈ തുക നൽകുന്നതെങ്കിൽ അത് പാർട്ടി അക്കൗണ്ടുകളെ കൂടുതൽ നിരീക്ഷണത്തിലാക്കാൻ കൊണ്ടുവരാൻ കാരണമാകും. അന്വേഷണ ഉദ്യോഗസ്ഥരെ കായികമായി നേരിട്ട് കേസ് അട്ടിമറിക്കുവാൻ നോക്കിയ പാർട്ടി തന്ത്രം ഇപ്പോൾ CPMന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നിയമത്തിന്റെ എല്ലാ വഴികളും ഉപയോഗിച്ച് പാർട്ടിയെയും അതിന്റെ ഉന്നത നേതൃത്വത്തെയും പൂട്ടുവാൻ കേന്ദ്ര ഏജൻസികൾ വല വിരിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകീയമായ അറസ്റ്റുകൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കുമെന്നത് ഉറപ്പാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ CPM നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലാകുന്ന തരത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസും ഇപ്പോൾ കടുത്ത നടപടികളിലേക്കാണ് കടക്കുക. കേസിൽ ഒളിവിലുള്ള മുഴുവൻ പ്രതികളെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ ആഭ്യന്തരമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയതായാണ് ഏറ്റവും പുതിയ വിവരം. സംഭവത്തിൽ ക്രമസമാധാന പാലനത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് ആഭ്യന്തര വകുപ്പ് അതീവ ജാഗ്രതയോടെയുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. കേസിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്ക് ഒരു കാരണവശാലും സ്വാഭാവിക ജാമ്യം ലഭിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് നീങ്ങുന്നത്. ഇതിനായി പ്രതികൾ റിമാൻഡിൽ കഴിയുന്ന കാലാവധിക്കുള്ളിൽ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം.